നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വോട്ടിംഗ് ശതമാനം 71% കടന്നു. അവസാന നിമിഷം വോട്ടർമാർ കൂടുതലായി ബൂത്തിലേക്ക് എത്തിയതോടെ വോട്ട് ചെയ്യാനുള്ളവരുടെ നീണ്ട നിര തന്നെ ദൃശ്യമാണ്. ഇവർക്ക് കൂപ്പൺ നൽകിയിരിക്കുകയാണ്. അതേസമയം അവസാന നിമിഷം ചില ബൂത്തുകളിൽ വാക്കുതർക്കങ്ങളുണ്ടായി. വെണ്ണക്കര ഗവൺമെന്റ് സ്കൂളിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനെ തടഞ്ഞു. BJP പ്രവർത്തകരാണ് തടഞ്ഞത്. ബൂത്ത് സന്ദർശനത്തിനെത്തിയതായിരുന്നു രാഹുൽ. വെണ്ണക്കര ബൂത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തോൽക്കാൻ പോകുന്നതിന്റെ പേടിയാണെന്ന് രാഹുൽ പ്രതികരിച്ചു. പോളിംഗ് സ്റ്റേഷനകത്തേക്ക് പോകാനാണ് സ്ഥാനാർത്ഥികൾക്ക് പാസ് നൽകുന്നത്. ഇവിടെ UDFന് വലിയ ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. വോട്ടർമാർ പരാതി പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയത്. ഞാൻ വരുന്നതിന് മുൻപ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇവിടെ എത്തി. ഇപ്പോൾ BJP പ്രവർത്തകർക്ക് പ്രശ്നമുണ്ടായിരുന്നില്ലെന്നും രാഹുൽ ആരോപിച്ചു. അതേസമയം വോട്ടർമാരോട് ഗുണ്ടായിസമാണ് അവരുടെ ഭാഷയെന്നും അതിനുള്ള മറുപടിയായിരിക്കും 23-ാം തീയതി പുറത്തുവരികയെന്നും രാഹുൽ പ്രതികരിച്ചു. രാഹുൽ ബൂത്തിനകത്ത് കയറി വോട്ട് ചോദിച്ചെന്നാണ് BJP പ്രവർത്തകരുടെ ആരോപണം. എന്നാൽ രാഹുൽ ഇത് നിഷേധിച്ചു. സ്ഥാനാർത്ഥി മടങ്ങണമെന്ന് CPM BJP പ്രവർത്തകർ ഒരുപോലെ ആവശ്യപ്പെട്ടു. അതേസമയം പാലക്കാട്ടെ വോട്ടിംഗ് ശതമാനം 70 കടക്കുമെങ്കിലും അത് വലിയ തോതിൽ ഇനി ഉയരാൻ സാധ്യതയില്ല. ഒരു മാസത്തിലധികം നീണ്ട വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ശേഷം പാലക്കാട് വിധി എഴുതുമ്പോൾ തുടക്കത്തിൽ മന്ദഗതിയിലായിരുന്നു വോട്ടെടുപ്പ്. ഉച്ചയ്ക്ക് ശേഷമാണ് പോളിംഗ് ശതമാനം വർദ്ധിച്ചത്. വൈകുന്നേരമാകുമ്പോൾ ചില ബൂത്തുകളിൽ വോട്ടർമാരുടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. 70.12% പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് നഗരസഭ, പിരായിരി, മാത്തൂർ, കണ്ണാടി എന്നിവിടങ്ങളിലൊക്കെ ഉയർന്ന പോളിംഗ് ശതമാനമുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ ബൂത്തുകളിൽ പോളിംഗ് ഉയരുമ്പോൾ നഗരങ്ങളിൽ താരതമ്യേന കുറവാണ്. ഇതുവരെ പോളിംഗ് ആരംഭിച്ചത് മുതൽ ഗ്രാമങ്ങളിലെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയും ദൃശ്യമാണ്.